അപ്പോൾ നമ്മളെ iOS 18 അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ. അപ്പോൾ 13 Pro ആണ് അതിൻ്റെ അപ്ഡേഷൻ ചെയ്യാം കേട്ടോ. പിന്നെ അപ്ഡേഷൻ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ 13 Pro Max ഒക്കെ എന്തോന്നു ഇതായി പോകുന്നുണ്ട്, എന്താ പറയുക, ഗ്രീൻ സ്ക്രീനൊക്കെ ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 13 Pro ആണ്. അപ്പോൾ അത് എന്താ സ്ഥിതി അവസ്ഥ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പ്രിപ്പയറിങ് അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഒരു സാധനം എന്താ പറയുക ഡൗൺലോഡിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മളെ ഫോണിൻ്റെ അപ്ഡേഷനെ കുറിച്ചൊന്നും വലിയ ധാരണ ഒന്നുമില്ല കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ 18 അപ്ഡേഷന് ചിലവർക്ക് എന്താ പറയുക ഗ്രീൻ സ്ക്രീനൊക്കെ ആവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അഥവാ എന്താ പറയുക ലക്കിന് അല്ല ബാഡ് ലക്കിന് ആയി പോയാലോ, ഗ്രീൻ സ്ക്രീൻ ആയി പോയാലോ എന്നൊക്കെ ഒരു പേടി. പിന്നെ iOS 18 അപ്ഡേഷനിൽ എന്താ പറഞ്ഞാൽ എന്തൊക്കെയോ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. കുറേ ആൾക്കാരെ വീഡിയോ നോക്കിയപ്പോൾ അങ്ങനെ മനസ്സിലാകാൻ കഴിഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മളെ ഡൗൺലോഡിങ് ഏകദേശം കഴിയാനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അപ്ഡേഷൻ ആയിട്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയോ വരുന്നുണ്ടല്ലോ, സംഭവം അപ്ഡേഷൻ ആവുക കേട്ടോ. എന്താ അറിയില്ല, എന്തൊക്കെയോ കറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് അപ്ഡേഷൻ ചെയ്യാട്ടോ. അപ്പോൾ കമ്പനിക്കാരനൊക്കെ ചെയ്തിട്ടോ. അപ്പോൾ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വേറെ മോഡായിട്ടാട്ടോ വരുന്നത്. എന്തോ ഒരു നമ്മളെ പഴയ മോഡ് മാറിയിട്ട് പുതിയ എന്തൊക്കെയോ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെറ്റിങ്സ് എല്ലാം എന്തൊക്കെയോ ചേഞ്ചിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ സംഭവം ലോഡൊക്കെ കഴിഞ്ഞതാ. അപ്പോൾ അങ്ങനെയാട്ടോ കാണിക്കുന്നത്. എന്താവും അറിയില്ല. വേറെന്തോ ലോഡിങ് കൂടി വന്നിട്ടില്ല. അപ്പോൾ എന്തോ വലിയൊരു എത്ര 3.5 GB അടുത്ത് അങ്ങനെ കേട്ടോ. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് 3.5 GB അടുത്ത് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ഫയല്. അപ്പോൾ നമ്മളെ ഐഫോൺ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഭാഗ്യം ഗ്രീൻ സ്ക്രീന് കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിലത്തെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെ നോക്കട്ടോ. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കംപ്ലീറ്റ്, കണ്ടിന്യൂ എടുത്ത് ഐഫോൺ എന്താ കൊടുക്കണ്ടേ. വെൽക്കം ടു ഐഫോൺ. എന്ത് മാറ്റോ ഒന്നും വന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മളെ iOS 18 അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. iOS 18.0 ഇതിലെന്താ കളർ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോർമൽ, അപ്പോൾ എന്താ പറയുക ഇതെത്ര വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിലുമ്പോൾ കളർ ചേഞ്ചിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഇനി എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് നോക്കട്ടെ നമുക്ക്. അപ്പോൾ നമുക്ക് ആ അപ്ഡേഷൻ എന്താ പറയുക ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ഭാഗ്യം. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിട്ടോ. എന്താ പറയുക പഴയതിൽ നിന്ന് മാറിയിട്ട് ഒന്നൊരു പുതുമ ഉണ്ടായിട്ടുണ്ട്. ഐഫോണൊന്ന് കിടുങ്ങിയിട്ടുണ്ട് സംഭവം. അപ്പോൾ അതാ പഴയെന്ന് മാറിയിട്ട് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങൾ പറഞ്ഞാൽ വാട്സപ്പിൻ്റെ ആയാലും അതേപോലെ തന്നെ ഓരോ ആപ്പുകളുണ്ടല്ലേ, ഓരോ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ പഴയതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായി തോന്നിയിട്ടുണ്ട്.